KDUവുമായി ബന്ധപ്പെട്ട വിവാദം കൈവിട്ടു പോകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് പ്രശ്നത്തിൽ ഇടപെടാൻ CPM ജില്ലാ നേതൃത്വം തീരുമാനിച്ചത്. രാവിലെ GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള ഉൾപ്പെടെ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തിയിരുന്നു. ജില്ലാ സെക്രട്ടറി ഇവരുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. GCDAയ്ക്ക് പിഴവൊന്നും പറ്റിയിട്ടില്ല എന്നാണ് ഇവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CPM ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത്. ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കുമ്പോൾ നടത്തേണ്ട സൂക്ഷ്മതയോടെയുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങളും സാമ്പത്തിക ആരോപണങ്ങളും കൂടുതൽ ശക്തമാവുകയാണ്. കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ മികച്ച കച്ചവടക്കാരനാണ് എന്നായിരുന്നു ഹൈബി ഈഡൻ MPയുടെ പ്രതികരണം. നിലവിലെ സ്പോൺസർക്ക് പിന്നിൽ മറ്റു ചില സാമ്പത്തിക ശക്തികൾ ഉണ്ട് എന്നും ഹൈബിയും മുഹമ്മദ് ഷിയാസും ആരോപിക്കുകയും ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് സ്പോർട്സിനേക്കാൾ കൂടുതൽ ബിസിനസ് ഇൻട്രസ്റ്റ് ഇതിലുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ആരാണ് ഈ പണം ചെലവഴിക്കുന്നത്? ഞാൻ സംശയിക്കുന്നത് ഒരു ചിട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതിന് പണം ചെലവഴിക്കുന്നത്. GCDAയുടെ അറിവോടെ മാത്രമാണ് സ്പോൺസർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നായിരുന്നു GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ളയുടെ വിശദീകരണം. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്തുള്ള തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തീർന്നിട്ടില്ല. നടക്കും, കളിയും നടക്കും. ISLൻ്റേത് ഡിസംബറിൽ നടക്കും. അതിനുശേഷം മാർച്ചിൽ ഇത് നടക്കും. GCDAയ്ക്ക് നേർക്കുള്ള പ്രതിഷേധങ്ങളുടെ ശക്തി ദിവസം ചെല്ലുന്തോറും കനക്കുകയാണ്. യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ഇന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.